നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. കർണാടകയിൽ ബസും ട്രക്കും കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. നിരവധി പേർ ആശുപത്രിയിൽ, നില ഗുരുതരം. വെള്ളിയാഴ്ച പുലർച്ചെ കർണാടകയിലെ ഹവേരി ജില്ലയിലെ ബിയാദാഗി താലൂക്കിൽ മിനി ബസ് ട്രക്കിൽ ഇടിച്ച് 13 പേർ മരിക്കുകയും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. എല്ലമ്മ ദേവിയെ സന്ദർശിക്കുന്നതിനായി തീർത്ഥാടനം കഴിഞ്ഞ് ബെലഗാവി ജില്ലയിലെ സവദത്തിയിൽ നിന്ന് മടങ്ങുകയായിരുന്ന ശിവമോഗ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടതെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 12 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. കോഴിക്കോട് സ്വദേശിയായ 12 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. മക്കിമലയിൽ മാവോയിസ്റ്റുകൾ സ്ഫോടനം ട്രെയിൽ നടത്തിയെന്ന് സംശയം. കണ്ടെത്തിയത് 10ഓളം ജലാറ്റിൻ സ്റ്റിക്കുകൾ. മക്കിമലയിൽ നേരത്തെ തന്നെ മാവോയിസ്റ്റുകൾ IED ട്രെയിൽ നടത്തിയെന്ന് സംശയം. സമീപത്ത് കണ്ടെത്തിയ പഴകിയ ജലാറ്റിൻ സ്റ്റിക്കുകൾ സ്ഫോടനത്തിന്റെ ബാക്കിയെന്നാണ് നിഗമനം. വെടിമരുന്ന് കലർന്ന നിലയിൽ കണ്ടെത്തിയ കടലാസുകളിൽ ചിലത് മാവോയിസ്റ്റ് ലഘുലേഖകളാണെന്നും അധികൃതർ പറയുന്നു. ഓടക്കോടാണ് പഴകിയ 10 ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം നിയന്ത്രിത സ്ഫോടനത്തിലൂടെ നിർവീര്യമാക്കിയ ബോംബിന് 50 മീറ്റർ ദൂരത്തായിരുന്നു ഇത്. ബോംബ് ഉരുക്കിയ സ്റ്റീൽ പാത്രത്തിൽ വെള്ളാരം കല്ലുകളും കണ്ടെത്തി. മാവോയിസ്റ്റുകളുടെ ഗറില്ല മുറകളിലൊന്നാണ് ബോംബുകൾ കുഴിച്ചിട്ട് അപായപ്പെടുത്തൽ. ഭൂമി തട്ടിപ്പ് കേസ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന് ജാമ്യം. അനധികൃത ഭൂമി ഇടപാട് കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന് ജാമ്യം. ജാർഖണ്ഡ് ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അനധികൃതമായി 31 കോടിയിലധികം വരുന്ന 8.86 ഏക്കർ ഭൂമി സമ്പാദിച്ചെന്ന കേസിലാണ് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഹേമന്ത് സോറന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ വണ്ടി തമിഴ്നാട് പിടിച്ചിട്ടാൽ തമിഴ്നാടിന്റെ വണ്ടി കേരളവും പിടിച്ചിടും. ശബരിമല സീസണാണ് വരുന്നത്. ആഞ്ഞടിച്ച് മന്ത്രി ഗണേഷ് കുമാർ. തമിഴ്നാട്ടിൽ KSRTC ബസ്സുകൾക്ക് ഗൂഢാലോചനയില്ലാതെ നികുതി ചുമത്തുന്നതിനെ വിമർശനവുമായി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. കേരള സർക്കാരുമായി കൂടിയാലോചന നടത്താതെ തമിഴ്നാട് 4000 രൂപ നികുതി വർദ്ധിപ്പിച്ചെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. തമിഴ്നാട് സർക്കാർ KSRTC ബസ്സുകൾക്ക് മുന്നറിയിപ്പില്ലാതെ നികുതി ഈടാക്കിയാൽ തമിഴ്നാടിന്റെ വണ്ടി കേരളവും പിടിച്ചിടുമെന്ന് ഗതാഗത മന്ത്രി മുന്നറിയിപ്പ് നൽകി. അവിടെ 4000 വാങ്ങിയാൽ ഇവിടെയും 4000 വാങ്ങിക്കും. ശബരിമല സീസണാണ് വരുന്നതെന്ന് തമിഴ്നാട് ഓർമ്മിപ്പിക്കണം. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലെത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണെന്ന് സഭയിൽ മന്ത്രി KB ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടി. കാഫിർ പോസ്റ്റ് വിവാദം സഭയിൽ KK ലതികയെ ന്യായീകരിച്ച് മന്ത്രി. നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം. വടകരയിലെ കാഫിർ പോസ്റ്റ് വിവാദം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. മാത്യു കുഴൽനാടൻ MLA ആണ് വിഷയം സഭയിൽ ഉന്നയിച്ചത്. സംഭവത്തിൽ 2 പരാതികൾ കിട്ടിയിട്ടുണ്ടെന്നും ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും മന്ത്രി MP രാജേഷ് മറുപടി നൽകി. ഫേസ്ബുക്കിനോട് വിവരങ്ങൾ തേടിയിട്ടുണ്ടെന്നും വിവരങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് അന്വേഷണം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ CPM നേതാവ് KK ലതികയെ ഉൾപ്പെടെ ന്യായീകരിച്ചുകൊണ്ടുള്ള മന്ത്രിയുടെ മറുപടിയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. മനു തോമസിന്റെ വെളിപ്പെടുത്തൽ നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ്. മനുവിനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് DCC പ്രസിഡന്റ്.
CPIM വിട്ട കണ്ണൂരിലെ യുവനേതാവ് മനു തോമസിനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. മനു തോമസിനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. കൊട്ടേഷൻ, സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് പാർട്ടിയുമായി ബന്ധമുണ്ടെന്ന ഗുരുതരമായ ആരോപണങ്ങൾ പാർട്ടിയിൽ നിന്നും പുറത്തുവന്ന ശേഷം മനു തോമസ് ഉന്നയിച്ചിരുന്നു. മനു തോമസിന്റെ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ ഉൾപ്പെടെ അന്വേഷണം വേണമെന്നാണ് കണ്ണൂർ DCC പ്രസിഡന്റ് ആവശ്യപ്പെടുന്നത്. കുതിച്ചുയർന്ന സ്വർണം, വില വർധനവോടെ വിപണി. രണ്ടാഴ്ചക്കിടെ ഉണ്ടായ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്കാണ് സ്വർണ്ണ വിപണി എത്തുന്നത്. എന്നാൽ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഇന്ന് വിലയിൽ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ 200 രൂപ കുറഞ്ഞ് 52,600-ലെത്തിയ സ്വർണ്ണവില ഇന്ന് 320 രൂപ വർദ്ധിച്ച് 52,920 രൂപയിലെത്തി. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 6,615 രൂപയാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.